വയനാടിന്റെ കണ്ണീരൊപ്പി അതിജീവനത്തിന്റെ പുതുചരിത്രം രചിച്ച മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നു. ദുരന്തത്തിന്റെ മുറിപ്പാടുകൾ മായ്ച്ച പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന 178 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കേരള ജനതയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചു. യുവജനങ്ങള്, സന്നദ്ധ പ്രവർത്തകര്, ആംബുലൻസ് ഡ്രൈവർമാര്, ഓഫ് റോഡ് ഡ്രൈവർമാര്, അങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ കൈകോർത്തു. അതിവേഗം ക്യാമ്പുകൾ സജ്ജമായി. ഭക്ഷണവും അവശ്യ സാധനങ്ങളും മാത്രമല്ല, മരുന്നും വൈദ്യസഹായവും, അതോടൊപ്പം ജീവിതം വീണ്ടെടുക്കുന്നതിനുള്ള കൗൺസിലിങ്ങും ഓരോരുത്തർക്കും പ്രത്യേകമായി നൽകുകയുണ്ടായി. അതോടൊപ്പം ഒരു മന്ത്രിസഭാ ഉപസമിതി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ ഉണ്ടായി. മന്ത്രിസഭാ ഉപസമിതിയുടെ ഭാഗമായി മന്ത്രിമാർ ഈ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ എല്ലാ ദിവസങ്ങളും ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന അവസ്ഥ വന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും നേരിട്ട് മേൽനോട്ടം വഹിച്ചു. അതിൻ്റെ ഭാഗമായുള്ള വിശദമായ അവലോകന യോഗങ്ങൾ, ആ യോഗങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ, അതിലുയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കൽ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കുകയുണ്ടായി. മരണപ്പെട്ടവരെ സംസ്കരിക്കുന്നതിനും കൃത്യമായ സംവിധാനം ഒരുക്കി. പുത്തുമലയിൽ തന്നെയുള്ള എസ്റ്റേറ്റ് ഭൂമി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റെടുത്ത് അവിടെ ശ്മശാനം സജ്ജമാക്കി. ഈ ഏറ്റെടുത്ത ഭൂമിയിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ സർവമത പ്രാർത്ഥന നടത്തിയാണ് മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും സംസ്കരിച്ചത്. ആ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്ന കണക്കുകളുണ്ട്. അതെല്ലാം വല്ലാത്ത അസുഖകരമായ ഓർമ്മകൾ ഉണർത്തുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ക്യാമ്പുകളിലേക്കും സഹായപ്രവാഹമുണ്ടായി. ഭക്ഷണം, വസ്ത്രങ്ങൾ, മരുന്നുകൾ, കുഞ്ഞുങ്ങൾക്കുള്ള ഉപകരണങ്ങൾ, ഇങ്ങനെ ഓരോ വ്യക്തിയും അവരാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി. ക്യാമ്പുകളിലുള്ളവരെ ഇവിടെ പറഞ്ഞതുപോലെ വാടക വീടുകളിലേക്കും താമസിക്കാൻ പറ്റുന്ന സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സഹോദരങ്ങളെ ആകെ ക്യാമ്പുകളിൽ നിന്നും സാധാരണ ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറ്റാൻ നമുക്കായി. ഉപയോഗിക്കാതെ കിടന്ന സർക്കാർ ക്വാർട്ടേഴ്സുകൾ റിപ്പയർ ചെയ്ത് നൽകുന്ന നിലയുണ്ടായി. വാടകയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് സർക്കാർ വാടക നൽകുന്നതിനും സംവിധാനം ഏർപ്പെടുത്തി. ഒരു കുടുംബത്തിന് 6000 രൂപ വീതം അന്നു മുതൽ ഇന്ന് വരെ, ഇവിടെ പറഞ്ഞതുപോലെ ഈ വീടുകളിൽ കയറുന്നതുവരെ, അത് മുഴുവൻ കുടുംബങ്ങൾക്കും നൽകുന്നതാണ്. നൽകി വരുന്നുണ്ട്, നൽകുകയും ചെയ്യും. ഈ ഇനത്തിൽ ഇതുവരെയായി 6 കോടിയിലധികം രൂപയാണ് അനുവദിച്ചത്. ദുരന്തബാധിതർക്ക് ഉപജീവനത്തിനായി ഓരോ മാസവും ആനുകൂല്യം നൽകി. 17,20,00,000 രൂപയാണ് ഈ ഇനത്തിൽ ചെലവഴിച്ചത്. സമാശ്വാസ ധനസഹായമായി 13 കോടി രൂപ, അടിയന്തര ധനസഹായമായി 1,30,00,000 രൂപ, അതെല്ലാം വിതരണം ചെയ്തു. കേരളത്തിന്റെ ഐക്യത്തിനും ഇച്ഛാശക്തിക്കും ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാതൃകയാണിത് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു. ദുരന്തബാധിത പ്രദേശത്തിന്റെ പുനർനിർമ്മാണം ലോകോത്തര നിലവാരത്തിൽ പൂർത്തിയാക്കുമെന്ന് LDF സർക്കാർ നൽകിയ വാഗ്ദാനം പാലിച്ച ആവേശകരമായ ഒരു മുഹൂർത്തത്തിനാണ് ഇന്ന് രാവിലെ 11 മണിക്ക് നാട് സാക്ഷ്യം വഹിച്ചത്.
2024 ജൂലൈ 30 ആ കറുത്ത രാത്രി. മുണ്ടക്കയും ചൂരൽമലയും ഒരു നിമിഷം കൊണ്ട് മണ്ണിനടിയിലായ മഹാദുരന്തം. ഉറ്റവരും ഉടയവരും സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട പകച്ചു നിന്ന ഒരു ജനതയെ ചേർത്ത് പിടിക്കാൻ കേരളം ഒന്നടങ്കം കൈകോർത്ത കാഴ്ച നാം കണ്ടു. ആ അതിജീവനത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഈ ടൗൺഷിപ്പിലൂടെ പൂർത്തിയാകുന്നത്. പുനരധിവാസത്തിനായി സർക്കാർ തിരഞ്ഞെടുത്തത് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64,475 ഹെക്ടർ ഭൂമിയാണ്. നിയമപരമായ നൂലാമാലകൾ മറികടന്ന് 44.33 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ച 2025 ഏപ്രിൽ 11 സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തത്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്നതുമായ രീതിയിലാണ് ഇവിടെ വീടുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആകെ 410 വീടുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയായ വീടുകളിലേക്കാണ് 178 കുടുംബങ്ങൾ താമസം മാറുന്നത്. മൊത്തം 402 കുടുംബങ്ങളിലെ 1662 പേർക്ക് സുരക്ഷിതമായ മേൽക്കൂര ഒരുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി 299 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഒരു സാധാരണ കോളനി എന്നതിലുപരി എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു സ്വയം പര്യാപ്ത ടൗൺഷിപ്പായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റോഡുകൾ, വൈദ്യുതി, ശുദ്ധജലം, ഡ്രെയിനേജ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം ലോകോത്തര നിലവാരത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദുരന്തം തകർത്ത ആത്മവിശ്വാസം ഈ പുതിയ ചുവരുകൾക്കിടയിൽ തിരിച്ചു പിടിക്കാനാകുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. വയനാടിന്റെ പ്രതികൂലമായ കാലാവസ്ഥയും കഠിനമായ മഴയും അതിജീവിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കിയത്. സാങ്കേതിക വിദഗ്ധരുടെയും തൊഴിലാളികളുടെയും ഒരു വലിയ നിര തന്നെ ഇതിന് പിന്നിൽ അഹോരാത്രം പരിശ്രമിച്ചു. ഒരു പ്രൊജക്ട് ഹെഡ് എഞ്ചിനീയർ, ടെക്നിക്കൽ മാനേജർ, 4 പ്രൊജക്ട് എഞ്ചിനീയർമാർ, ഒരു ക്വാളിറ്റി സർവേയർ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടന്നത്. കൂടാതെ ഒരു ഡോക്യുമെന്റ് കൺട്രോളറും 9 അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർമാരും അടങ്ങുന്ന സംഘം ഓരോ ഘട്ടത്തിലും കൃത്യത ഉറപ്പാക്കി. ദിവസേന 1500-ലധികം തൊഴിലാളികളാണ് സൈറ്റിൽ ജോലി ചെയ്തിരുന്നത്. സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിർമ്മാണം നടന്നു. സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനവും ജനപ്രതിനിധികളുടെ നിരന്തരമായ ഇടപെടലും നിർമ്മാണത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. മുണ്ടക്കൈ ദുരന്തം കേരളത്തിൽ നൽകിയ വലിയൊരു പാഠമായിരുന്നു. ആ പാഠം ഉൾക്കൊണ്ടാണ് പുതിയ ടൗൺഷിപ്പിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് മുൻഗണന നൽകിയിരിക്കുന്നത്. മണ്ണ് പരിശോധനയും ജിയോളജിക്കൽ സർവേയും പൂർത്തിയാക്കിയ ശേഷമാണ് ഓരോ കെട്ടിടത്തിന്റെയും സ്ഥാനം നിശ്ചയിച്ചത്. ദുരന്തത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കും വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർക്കുമാണ് മുൻഗണന നൽകിയത്. വീടുകൾക്കൊപ്പം തന്നെ കളിസ്ഥലങ്ങൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയും ടൗൺഷിപ്പിന്റെ ഭാഗമാകും. ഇത് കേവലം കെട്ടിടങ്ങളല്ല, മറിച്ച് തകർന്നു പോയ ഒരു സമൂഹത്തിന്റെ പുനർജന്മമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയ ഓരോ രൂപയും എത്രത്തോളം കൃത്യമായി വിനിയോഗിക്കപ്പെട്ടു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ പദ്ധതി. ലോകമെമ്പാടുമുള്ള മലയാളികൾ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനുമുള്ള മറുപടിയായി ഈ ടൗൺഷിപ്പ് നിലകൊള്ളുന്നു. നമ്മൾ അതിജീവിക്കുമെന്ന മുദ്രാവാക്യം അർത്ഥവത്താക്കുന്ന കാഴ്ചയാണിത്. പ്രതിസന്ധികൾ തളരാതെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു നാടിനെ പുനർനിർമ്മിക്കാമെന്ന് കേരളം തെളിയിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ നടക്കുന്ന ചടങ്ങ് വയനാടിന്റെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാകും. ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും സഹോദരങ്ങൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയുന്ന, പ്രകൃതി ദുരന്തങ്ങളെ ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു സുരക്ഷിത താവളം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഈ മഹത്തായ ലക്ഷ്യത്തിൽ പങ്കാളികളായ എല്ലാവർക്കും മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു.